കിടത്തം കണ്ടാലല്ലോ നെഞ്ഞു പൊട്ടി പോകും. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു മുതലാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ടയറും കാര്യങ്ങളും എല്ലാം നശിച്ച് പണ്ടറങ്ങിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വേറെ ഐറ്റംസ് ഉണ്ട്, ഇതേപോലെ ഡെഡായിട്ട് കിടക്കുന്ന വേറെ ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഏതായാലും ഇതൊരു ഉപകാരമില്ല. എന്നാൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കെങ്കിലും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ഈ ഒരു മാസം ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഈ പുണ്യ റമദാനിൽ അതിൻ്റെ ഈ ഒരു വാഹനം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് മറ്റുള്ളവർക്ക്, നമ്മുടെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ എത്തിക്കുക എന്നുള്ള ഈ ഒരു ദിവസത്തിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വോക്സ് വാഗൻ്റെ വാഹനം, അതേപോലെ ഒരു ഹോണ്ടയുടെ റെക്കോർഡ്, അതേപോലെ ഒരു ടാറ്റയുടെ ഇൻഡിക്ക, 3 വാഹനങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു 3 വാഹനങ്ങളും സ്ക്രാപ്പ് വിലക്ക്, അതായത് ഇങ്ങോട്ട് ഓടി വന്ന വാഹനങ്ങളാണ്. അത് സ്ക്രാപ്പ് വിലക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനൊരു വാല്യൂ എന്തെങ്കിലും ഇരുമ്പ് വിലക്കോ എങ്ങനെ വെച്ചാൽ ഒരു വാല്യൂ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വാഹനം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അതൊരിക്കലും റണ്ണിങ് കണ്ടീഷനോട് കൂടി നിങ്ങൾ സാധാരണക്കാരൻ ആരെങ്കിലും 10-20 രൂപ കൂട്ടിയിട്ട് ഒരിക്കലും ഈ ഒരു വാഹനം എടുക്കരുത്. കാരണം ഇത് റണ്ണിങ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ക്രാപ്പ് വില കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുക. നമുക്ക് ഈ ഒരു 3 വാഹനം കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഒരു കാറിന് അർഹതപ്പെട്ടിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സുഖമില്ലാതെ കിടക്കുന്ന ഒരാളോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് നമ്മുടെ ശരീരം തളർന്നു പോയാലോ അവർക്കൊക്കെ ഒരു കാർ കിട്ടിയ ഒരു ഓട്ടോമാറ്റിക് വാഹനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പർപ്പസിന് അവരെ ദൈനംദിന ജീവിതത്തിൽ വരുമാന മാർഗ്ഗമായിട്ട് കൊണ്ട് നടക്കാൻ, അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ 3 വാഹനം കിട്ടുന്ന ക്യാഷ് കൊണ്ട് അത്തരത്തിൽ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് നമുക്കൊരു വാഹനം ഈ ഒരു പുണ്യ റമദാനിൽ നമുക്ക് കൊടുക്കാം. ആ ഒരു പ്ലാനാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏതായാലും ഇത് ഇവിടെ കടന്ന് ഈ തുരുമ്പ് നശിപ്പിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ക്രാപ്പുകൾക്ക് കിട്ടുന്നവർക്ക് ഈ സാധനം കൊടുത്തതിന് ശേഷം എത്രയാണോ ബാക്കി വരുന്നൊരു ഓട്ടോമാറ്റിക് വാഹനം അങ്ങനത്തെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിന് ചിലപ്പോൾ പൈസ അങ്ങോട്ട് കൂട്ടേണ്ട ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയതിന് ശേഷം അത്തരത്തിൽ ഒരാളെ നമുക്ക് ഈ ഒരു മാസം, എനിക്കും നമ്മുടെ ഫോളോവേഴ്സ്, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരാൾക്ക് നമുക്കൊരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ക്രാപ്പ് ടീമിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വാഹനം എടുക്കാൻ ഏതെങ്കിലുമൊക്കെ ഡീലേഴ്സോ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു വില ഇട്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒന്ന് വോക്സ് വാഗൻ്റെ പോളോ, പിന്നെ അതേപോലെ തന്നെ ഒരു ടാറ്റയുടെ ഇൻഡിക്ക എന്ന വാഹനം ഇവിടെ കിടക്കുന്നുണ്ട്. ഇൻഡിക്ക ക്വാർട്ടർ ജെറ്റല്ല, വിസ്റ്റയാണ് തരുന്നത്, ഇൻഡിക്ക വിസ്റ്റ. പിന്നെ അറ്റത്ത് കിടക്കണ നമ്മുടെ ഹോണ്ടയുടെ അക്കോഡ് എന്ന വാഹനം. അക്കോഡൊക്കെ കിടക്കുന്ന കടത്തം കണ്ടത് ഓട്ടോമാറ്റിക് വാഹനമാണ്, പേപ്പർ വാലിഡിറ്റി ഉള്ള വാഹനം. ഇതൊക്കെ പേപ്പർ വാലിഡിറ്റി ഉള്ള വാഹനങ്ങൾ കേട്ടോ. കാരണം അക്കോഡൊക്കെ കിടക്കുന്ന കടത്തം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അത്രയും ലക്ഷറീസ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. പക്ഷേ ഈ ഒരു വാഹനം എന്താ വെച്ചാൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാലും കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊരു റെയർ ആയിട്ട് മാറും, ഇതിന് വാല്യൂ കൂടും. പക്ഷേ നമ്മൾ അതിനൊന്നും കാത്തിക്കുന്നില്ല, വെറുതെ ഇവിടെ കിടന്ന് ഇങ്ങനെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഇരുമ്പൊക്കെ നല്ല ഇരുമ്പാണ്, ഇരുമ്പ് തൂക്കി തരാൻ തന്നെ നല്ല സംഖ്യ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഈ 3 വാഹനങ്ങൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യോ, അല്ലെങ്കിൽ നേരെ മലപ്പുറം മക്കരപ്പുറം വെള്ളാട്ടുപറമ്പാണ് നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത്. ആ ലൊക്കേഷനിൽ വന്നിട്ട് നിങ്ങൾക്കൊരു വാല്യൂ ഇട്ടിട്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മാസം നമുക്ക് എല്ലാവർക്കും കൂടി തീർന്നുകൊണ്ട് നമുക്കൊരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒരു വാഹനം എടുക്കണം, അവനവൻ്റെ ജീവിതമാർഗ്ഗം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വാഹനം, ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണം എന്നുള്ളവർക്ക് നമുക്ക് ഈ 3 വാഹനം വിറ്റിൻ്റെ ക്യാഷ് കൊണ്ട് നമുക്ക് അവരെ സഹായിക്കാം. അതിന് ഞാനും നിങ്ങളും ഒത്തുചേർന്ന് ചെറിയ അപേക്ഷിക്കുന്നു. താങ്ക് യു.